ഹലോ പറയൂ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നവംബർ 14 ശിശുദിനത്തിൻ്റെ അന്ന് ജാനിക്ക് സ്കൂളിൽ സബ്മിറ്റ് ചെയ്യാനുള്ളൊരു പ്രോജക്റ്റിൻ്റെ മണിപ്പുരയിലാണ് കേട്ടോ നമ്മൾ. അന്ന് അവരുടെ സ്കൂളിൽ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജാനിക്കൊരു പ്രോജക്റ്റ് ചെയ്യണം. ഇതെൻ്റെ ബ്രദറാണ് കേട്ടോ കംപ്ലീറ്റ്ലി വർക്ക് ചെയ്യുന്നത്. അവർക്ക് ആകെ ഒരു കണ്ടീഷനേ ഉള്ളൂ, കുഞ്ഞു കുട്ടികളായതുകൊണ്ട് എന്തായാലും പേരൻസിൻ്റെയോ മറ്റുള്ളവരുടെ ഹെൽപ്പ് അവർക്ക് വേണം. പക്ഷേ ആ പ്രോജക്റ്റ് എന്താണെന്ന് അവർ മനസ്സിലാക്കിയും അവരോട് ചോദിച്ചാൽ അവരുടേതായ ലാംഗ്വേജിൽ അവർക്കത് എക്സ്പ്ലെയിൻ ചെയ്യാനും പറ്റണം. അതായിരുന്നു ആകെ അവർ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ. അപ്പോൾ അന്ന് രാവിലെ ഞാനും ജാനിയും കൂടി സ്കൂളിലേക്ക് പോകാൻ കേട്ടോ. നമ്മൾ ഓൾറെഡി പ്രോജക്റ്റൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു സ്കൂളിൽ. നേരത്തെ തന്നെ സബ്മിറ്റ് ചെയ്യണം, എന്നാലേ അവർക്ക് അവർ അറേഞ്ച് ചെയ്ത് വെക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഓൺ ടൈം ആയിരുന്നു. നമ്മൾ ചെന്ന സമയത്ത് അവിടെ ഇനാഗ്രേഷനൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇതാണ് ഇപ്പോൾ ജാനിക്ക് നമ്മൾ ചെയ്ത പ്രോജക്റ്റിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇത് സോഴ്സസ് ഓഫ് വാട്ടർ എന്നുള്ള തീമിലാണ് ചെയ്യുന്നത്. അതാകുമ്പോൾ ജാനിക്ക് മനസ്സിലാവുന്നതാണ് വെള്ളം കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞാലും കണ്ടാലും മനസ്സിലാക്കാൻ ചെയ്യുന്നൊരു സിമ്പിൾ തീമാണ് നമ്മൾ ചെയ്തെടുത്തത്. ഇത് പിന്നെ മറ്റു കുട്ടികളുടെ എക്സിബിഷൻ പെയിൻറ്റിങ്സ് ആണ് കേട്ടോ. അവർ എക്സിബിഷനായിട്ട് വെച്ചിട്ടുള്ള പെയിൻറ്റിങ്സ് ആണ്, കുറച്ച് മുതിർന്ന കുട്ടികളുടെയാണ് കേട്ടോ. സൂപ്പറായിരുന്നു കേട്ടോ കാണാനൊക്കെ ആയിട്ട്. പിന്നെ ഇത് ജാനിയുടെ ക്ലാസ്സിലെ മറ്റു കുട്ടികൾ ചെയ്തിട്ടുള്ള പ്രോജക്റ്റാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു കുട്ടികൾക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രോജക്റ്റുകളായിരിക്കണം എന്നുള്ളത് അവരുടെ റൂൾ ബുക്കിലുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതെല്ലാം കണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. എനിക്കിതൊക്കെ കണ്ടപ്പോൾ തോന്നിയത് എൻ്റെ കുട്ടിക്കാലമൊക്കെ എനിക്ക് ഓർമ്മ വന്നു കേട്ടോ. കാരണം നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ ശിശുദിനം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു വേഷം ഇട്ടിട്ട് നമ്മളിങ്ങനെ റാലിക്കൊക്കെ പോകുമായിരുന്നു. ഹൈവേയിലൂടെയൊക്കെ നമ്മൾ റാലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കഴിയുമ്പോൾ നമുക്ക് അവധി കിട്ടുമെന്നുള്ളൊരു സന്തോഷത്തിൽ വീട്ടിൽ പോകും. പക്ഷേ ഇപ്പോൾ സ്കൂളുകളിൽ കണ്ടക്ട് ചെയ്യുന്ന ഇത്തരം പ്രോഗ്രാമിലൂടെ നമുക്കും ഇതൊക്കെ മനസ്സിലാക്കാനും നമ്മുടെ കുട്ടികളുടെയും അതുപോലെ തന്നെ പാരൻസിൻ്റെയും ഒക്കെ കഴിവുകളൊക്കെ ഇങ്ങനെയൊക്കെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ ഒരു അവസരമായിട്ട് തോന്നി. പിന്നെ കുട്ടികൾക്കാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാമല്ലോ. അവർക്കും അവരുടെ സ്കിൽസൊക്കെ പുറത്തേക്ക് കൊണ്ടുവരാൻ വലിയൊരു പ്ലാറ്റ്ഫോമായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇവിടുത്തെ കുട്ടികളെ സംബന്ധിച്ച് ഞാൻ ചെന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അവർ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് നമുക്ക് ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. വർക്കിംഗ് മോഡലാണെങ്കിലും അവർ ഓരോരുത്തരുടെയും മുന്നിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അത്രയും ഡെഡിക്കേഷനോട് കൂടിയാണ് കേട്ടോ. അതൊക്കെ ഒരു വലിയ കാര്യമാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒന്നും പറയാനില്ല. നമ്മളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് സപ്പോർട്ടിങ് സിസ്റ്റവും അവരുടെ പിന്നിൽ നല്ലതായിട്ടുണ്ട് നമ്മളെക്കാളും. എങ്കിലും അവരുടെ ആ ഒരു എന്താ പറയുന്നത് കേപ്പബിലിറ്റി, അവർക്ക് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ്, അതെല്ലാം അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു മോഡലുണ്ടോ, ഇതൊരു കമ്മ്യൂണിറ്റി ഹെൽപ്പേഴ്സ് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് 3D ഷോ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ് ഒരു കണ്ണാടി വെച്ചിട്ട് 3D ഷോ ഒക്കെ കാണുന്നത്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ പേരൻസ് ഇതൊരു പ്ലാനറ്റോറിയം ഷോ ആയിരുന്നു കേട്ടോ. ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ജാനിക്കൊക്കെ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം അതിനകത്ത് അവർ പറയുന്നത് വലിയ വലിയ കാര്യങ്ങളാണ്. പക്ഷേ പാരൻസിന് അവരുടേതായ രീതിയിൽ അവർക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും. ജാനിക്ക് കുറേയൊക്കെ സംശയങ്ങളൊക്കെ തീർത്തുകൊണ്ട് എനിക്ക് പറ്റും. ഇത് ഒരു IT എക്സിബിഷൻ ഹാളിലേക്ക് പോയിട്ടുണ്ട്. അവിടെ കുഞ്ഞു കുട്ടികൾക്ക് കമ്പ്യൂട്ടറിൽ ഗെയിം കളിക്കാനായിട്ട് ഒരു അവസരം കിട്ടുന്നുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് പോലും മൊബൈലിലാണല്ലോ ഗെയിം കളിക്കാൻ അറിയുന്നത്. അപ്പോൾ അവർക്ക് ഇതൊക്കെ ഒരു പുതിയ എക്സ്പീരിയൻസ് തന്നെയാണ്. പിന്നെ ഞാൻ കാണിക്കണമെന്ന് വിചാരിച്ചൊരു കാര്യം ഇതാണ് കേട്ടോ. നമ്മുടെ വയനാട് ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടലിൻ്റെ അടിപൊളി ചെയ്തു വെച്ചിരിക്കുന്നത് അത്രയും ഗംഭീരമായിട്ടാണ് അവിടെ ആ ഒരു കളക്ഷൻസാണ്. ഇതുമൊക്കെ മണ്ണെണ്ണകളൊക്കെ ഉണ്ടെന്ന് ഞാനിത് പറഞ്ഞു കൊടുത്തിട്ടാണ്. നമ്മൾ മണ്ണെണ്ണകളൊക്കെ ഉപയോഗിച്ച് അത് മറ്റേ പോണ്ടില്ല നല്ല രീതിയിലാണ് കൗതുകത്തോടു നല്ലൊരു പോലെയുള്ള സ്പെഷ്യൽ ഡേയ്സൊക്കെ വരുമ്പോൾ കുട്ടികൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എല്ലാവർക്കും